നമസ്കാരം, ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. റിയൽമി വാച്ചിനും റിയൽമി ബഡ്സിനും ഇന്ത്യയിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ പുതിയ വാച്ച് ഫേസസ് വരുന്നുണ്ട്. ജിയോ 501 രൂപയുടെയും 1101 രൂപയുടെയും 1201 രൂപയുടെയും ഇൻ്റർനാഷണൽ റോമിംഗ് പ്ലാനുകൾ റിന്യൂ ചെയ്തിരിക്കുകയാണ്. 501 രൂപയുടെ പ്ലാനിൽ 551 രൂപ ടോക്ക് ടൈം കിട്ടിയിരുന്നത് കുറച്ച് 424 രൂപ ടോക്ക് ടൈം ആക്കിയിട്ടുണ്ട്. 28 ദിവസമാണ് വാലിഡിറ്റി. 1101 രൂപയുടെ പ്ലാനിൽ 1211 രൂപ ടോക്ക് ടൈം കിട്ടിയിരുന്നത് 933 രൂപയായി കുറച്ചിട്ടുണ്ട്. പിന്നെ 1201 രൂപയുടെ പ്ലാനിൽ 1321 രൂപ ടോക്ക് ടൈം കിട്ടിയിരുന്നത് കുറച്ചിട്ട് 1117 രൂപ ആക്കിയിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന ആപ്പിൽ ഡാറ്റ പ്രൈവറ്റായി ഹൈഡ് ചെയ്യാൻ സേഫ് ഫോൾഡർ എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഇത് പിന്ന് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഈ ഫീച്ചർ ഇപ്പം ബീറ്റാ വെർഷനിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഓപ്പോ ക്യാഷ് എന്ന ആപ്പ് റൂട്ട് ചെയ്ത ഡിവൈസുകളിൽ ഫോണിൻ്റെ റൂട്ട് ആക്സസ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഫോൺ ഫുള്ളായി അവർക്ക് കൺട്രോൾ ചെയ്യാം. മുൻ ഗൂഗിൾ എഞ്ചിനീയർ സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ സീക്രട്ട് മോഷ്ടിച്ചതിന് 18 മാസം തടവ് വിധിച്ചിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ നിയർ ഷെയർ എന്ന ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് പോലുള്ള ഫയൽ ഷെയറിംഗ് സർവീസാണ്. ഇപ്പം ഈ ഫീച്ചർ പിക്സൽ ഫോണുകളിലും പിന്നെ ചില സാംസങ് ഫോണുകളിലും മാത്രമാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഫീച്ചർ കൂടുതൽ ഫോണുകളിലെത്തും. ഫിഫ 21ൻ്റെ ഗെയിം പ്ലേ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ ടിക്ടോക്ക് ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ആപ്പിൾ ടിക്ടോക്ക് ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന് ആപ്പിൾ അറിയിച്ചിരിക്കുകയാണ്. കൊഡാക് 7X Pro സീരീസ് ടിവികളും 75 ഇഞ്ചിൻ്റെ 75CA9099 എന്നീ ടിവിയും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കൊഡാക് 7X Pro സീരീസിൽ 6 ടിവികൾ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 10,999 രൂപയുടെയും 29,999 രൂപയുടെയും ഇടയിലാണ്. 75CA9099 എന്ന ടിവിയുടെ വില വരുന്നത് 99,999 രൂപയാണ്. ഗൂഗിൾ പ്ലേ മ്യൂസിക് ഇന്ത്യയിൽ ഒക്ടോബർ മുതൽ പ്രവർത്തനം നിർത്തും. സൂമിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ പുതിയ ഫിൽറ്ററും റിയാക്ഷനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ എന്ന ഫീച്ചറും വരുന്നുണ്ട്. ഇന്ത്യയിൽ ഷവോമിയുടെ MI ബ്രൗസർ പ്രോ എന്ന ആപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആപ്പിൾ ടിവിയിലും ആൻഡ്രോയിഡ് ടിവികളിലും 4K HDR സപ്പോർട്ട് റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ ഫാമിലി ബെൽ എന്ന പുതിയ ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഇത് അലാറം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫീച്ചറാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് എന്ന ഫീച്ചർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. AMD 3015E 3020E എന്നീ പ്രോസസ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ റേഡിയോൺ വെഗ 3 എന്ന ഗ്രാഫിക്സ് ആണ് വരുന്നത്. 1.2 GHz ക്ലോക്ക് ചെയ്യുന്ന 2 കോറുകളാണ് ഇതിൽ വരുന്നത്. ഇത് എൻട്രി ലെവൽ പ്രോസസ്സറാണ്. PUBG മൊബൈലിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിലെ ഏൻഷ്യൻ സീക്രട്ട് ഗെയിം മോഡ് വരുന്നുണ്ട്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഗോൾഡൻ ഫറോ എക്സ്യൂട്ട് എന്ന ഔട്ട്ഫിറ്റും വരുന്നുണ്ട്. മിലാഗ്രോ ഐമാപ്പ് മാക്സ്, ഐമാപ്പ് 10.0, സീഗൽ എന്നീ റോബോട്ട് വാക്യൂം ക്ലീനർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഐമാപ്പ് മാക്സിൻ്റെ വില വരുന്നത് 99,990 രൂപയും ഐമാപ്പ് 10.0യുടെ വില വരുന്നത് 89,990 രൂപയും പിന്നെ സീഗലിൻ്റെ വില വരുന്നത് 20,000 രൂപയുമാണ്. സ്നാപ്ഡ്രാഗൺ 875 പ്രോസസ്സറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി സ്നാപ്ഡ്രാഗൺ സാംസങ്ങിൻ്റെ കൂടെ TSMCയെ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്. BSNL നോക്കിയക്ക് കൊടുക്കാനുള്ള കടം വീട്ടിയിട്ടില്ലെങ്കിൽ നോക്കിയ BSNLനുള്ള നെറ്റ്വർക്ക് സപ്പോർട്ട് പിൻവലിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. $121 മില്യൺ കടമുണ്ട്. ആപ്പിൾ ഐഫോൺ 12 സീരീസിൽ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റുമായിട്ട് വരുന്ന വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരുമെന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ ഒരു ഇമേജ് ലീക്കായിട്ടുണ്ട്. MI TV സ്റ്റിക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫുൾ HD സ്ട്രീമിംഗ് സപ്പോർട്ട് ചെയ്യും. ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് നൺ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 2,799 രൂപയാണ്. 27 ഇഞ്ചിൻ്റെയും 21.5 ഇഞ്ചിൻ്റെയും ഐമാക്കിൻ്റെ റിഫ്രഷ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 10th ജനറേഷൻ ഇൻ്റൽ കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 27 ഇഞ്ചിൻ്റെ ഐമാക്കിൻ്റെ വില വരുന്നത് 1,69,990 രൂപയും 21.5 ഇഞ്ചിൻ്റെ ഐമാക്കിൻ്റെ വില വരുന്നത് 99,900 രൂപയും പിന്നെ 21.5 ഇഞ്ചിൻ്റെ ഐമാക് പ്രോയുടെ വില വരുന്നത് 4,64,900 രൂപയുമാണ്. സാംസങ് ഗാലക്സി ബഡ്സ് ലൈവ് എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 12,700 രൂപയാണ്. സാംസങ് ഗാലക്സി വാച്ച് 3 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 41mm വേരിയൻറ്റിൽ 1.2 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയും 45mm വേരിയൻറ്റിൽ 1.4 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയുമാണ് വരുന്നത്.
എക്സിനോസ് 9110 എന്ന പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ECG, BP, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 41mm വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 30,000 രൂപയും 45mm വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 32,000 രൂപയുമാണ്. സാംസങ് ഗാലക്സി ടാബ് S7ഉം ടാബ് S7 പ്ലസും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടാബ് S7 വരുന്നത് 11 ഇഞ്ചിൻ്റെ LTPS TFT ഡിസ്പ്ലേയുമായിട്ടാണ്. ടാബ് S7 പ്ലസിൽ 12.4 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ടാബുകളും വരുന്നത് സ്നാപ്ഡ്രാഗൺ 865+ എന്ന പ്രോസസ്സറുമായിട്ടാണ്. രണ്ട് ടാബുകളുടെയും പിന്നിൽ 13+5 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ടാബുകളുടെയും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടാബ് S7 വരുന്നത് 7040 mAh ബാറ്ററിയുമായിട്ടാണ്. ടാബ് S7 പ്ലസിൽ 10,090 mAh ബാറ്ററിയാണ് വരുന്നത്. രണ്ട് ടാബുകളിലും S Pen കൊടുത്തിട്ടുണ്ട്. ടാബ് S7ൻ്റെ വില വരുന്നത് ഏകദേശം 62,000 രൂപയും ടാബ് S7 പ്ലസിൻ്റെ വില വരുന്നത് ഏകദേശം 79,700 രൂപയുമാണ്. സാംസങ് നോട്ട് 20 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സാംസങ് നോട്ട് 20 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. സാംസങ് നോട്ട് 20 പിന്നെ സാംസങ് നോട്ട് 20 അൾട്ര. സാംസങ് നോട്ട് 20 വരുന്നത് 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ്. സാംസങ് നോട്ട് 20 അൾട്രയിൽ 6.9 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും എക്സിനോസ് 990 എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് നോട്ട് 20യുടെ പിന്നിൽ 12+64+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സാംസങ് നോട്ട് 20 അൾട്രയുടെ പിന്നിൽ 108+12+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 10 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. സാംസങ് നോട്ട് 20ൽ 4300 mAh ബാറ്ററിയും സാംസങ് നോട്ട് 20 അൾട്രയിൽ 4500 mAh ബാറ്ററിയുമാണ് വരുന്നത്. സാംസങ് നോട്ട് 20യുടെ വില വരുന്നത് ഏകദേശം 75,000 രൂപയും സാംസങ് നോട്ട് 20 അൾട്രയുടെ വില വരുന്നത് ഏകദേശം 95,000 രൂപയുമാണ്. സാംസങ് ഗാലക്സി Z Fold 2 എന്ന ഫോൺ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫോൾഡബിൾ ഫോണാണ്. ഇതിൽ 7.7 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് 6.2 ഇഞ്ചിൻ്റെ മറ്റൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഈ ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865+ എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 12+64+12 MP ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 10 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. സാംസങ് A51 5G എന്ന ഫോൺ ഓഗസ്റ്റ് 7 US ലോഞ്ച് ചെയ്യും. 6.5 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ എക്സിനോസ് 980 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില $500 ആയിരിക്കും. Mi 10 എക്സ്ട്രീം എഡിഷൻ എന്ന ഫോൺ ഓഗസ്റ്റ് 11 ചൈനയിൽ ലോഞ്ച് ചെയ്യും. ഇതിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 55 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റിയൽമി 6 Pro എന്ന ഫോണിൻ്റെ ലൈറ്റ്നിങ് റെഡ് കളർ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4300 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. LG Q92 എന്ന ഫോൺ ഗിഗ്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 612 പോയിൻറ്റും മൾട്ടി കോറിൽ 1946 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോൺ സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറുമായിട്ട് വരാനാണ് സാധ്യത. ഈ ഫോണിൻ്റെ 6GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാംസങ് A42 5G എന്ന ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 615 പോയിൻറ്റും മൾട്ടി കോറിൽ 1799 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോൺ സ്നാപ്ഡ്രാഗൺ 690 എന്ന പ്രോസസ്സറുമായിട്ട് വരാനാണ് സാധ്യത. iQOO 5 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 865+ എന്ന പ്രോസസ്സർ വരില്ല. ഈ ഫോണിൽ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരും. പിന്നെ ഈ ഫോണിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ iQOO 5 Pro എന്ന ഫോണ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ടായിരിക്കും വരിക. ഷവോമി ട്രിപ്പിൾ പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ട് വരുന്ന ഒരു ഫോണിൻ്റെ ഡിസൈന് പാറ്റൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഗൂഗിളിൻ്റെ 6.6 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ വരുമെന്നാണ് റിപ്പോർട്ട്. ഇത് ചിലപ്പം ഗൂഗിൾ പിക്സൽ 5 എന്ന ഫോൺ അയക്കാം. റിയൽമി C15 എന്ന ഫോൺ റിയൽമി ഇന്ത്യയുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ അടുത്തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്.
ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോയുടെ OnePlus നോഡിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോൺ ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്.